Hi students, how are you? First, let me introduce myself, Prajesh. Okay, I am handling the first chapter is numbers from 1000 to 10,000. We will discuss about up to 10,000. Up to 10,000. Did you understand? 1000 to 10,000. Clear? Before entering to the new chapter, we have to study how to write numbers. How to write numbers. Okay, listen here. 1000. Okay, 1000. What is next number? What is next number? 1001. 1001. What is next number? 1002. What is next number? 1003. Clear? Did you understand? അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സ് ഫ്രം 1000 ടു 10,000. 1000 മുതൽ 10,000 വരെയുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി നമുക്ക് അറിയാം നമ്പേഴ്സ് എങ്ങനെ റീഡ് ചെയ്യാം, നമ്പേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. ക്ലിയർ? സോ 1000, 1001, 1002, 1003, next one 1004. So you have to write on your notebook from the 1000 up to 1300. 1300 on your notebook. Did you understand? അതായത് 1000 മുതൽ 1300 വരെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം, കണ്ടിന്യൂസ് ആയിട്ട്, വിതൗട്ട് ബ്രേക്ക്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, സ്കിപ്പ് കൗണ്ടിങ് ബൈ ടെൻസ്. സ്കിപ്പ് കൗണ്ടിങ് ബൈ ടെൻസ്. എന്താണ് സ്കിപ്പ് കൗണ്ടിങ് ബൈ ടെൻസ് എന്ന് വെച്ചാൽ? അതായത് ഓരോ ടെന്നുകൾ നമ്മൾ എടുത്തെഴുതാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 1010. What would be the next number? എന്തായിരിക്കും അടുത്ത നമ്പർ? എന്തായിരിക്കും? അതായത് 10 ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുക. അടുത്ത 10 ആണ് ഇനി അടുത്തത് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ദാറ്റ് മീൻസ് അടുത്ത 10 ആണ് ഇനി എഴുതേണ്ടത്. 1010. 1010. നെക്സ്റ്റ് 10. 1000. 10 plus 10 is equal to 1020. 1020. Okay. Next one. Yes. 1030. 1030. What is next number? 1040. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് സ്കിപ്പ് കൗണ്ടിങ് ബൈ ടെൻസ്. നമ്പേഴ്സ് എഴുതി നെക്സ്റ്റ് തൊട്ടടുത്ത നമ്പർ അല്ല എഴുതി, തൊട്ടടുത്ത 10 ആണ് എഴുതുന്നത്. ഓക്കെ. 1010. നെക്സ്റ്റ് 10 എന്താണ്? 1020. നെക്സ്റ്റ് 10 1020 plus 10 is equal to 1030. Did you understand? What would be the next number? Next 10. 1040 plus 10 is equal to 1050. 1050. What is next number? 1060. Okay. Here we added 10 to each numbers. 10 to each numbers. So we got 1010 plus 10 is equal to 1020 plus 10 is equal to 1030. Did you understand? Next we have to move the next topic, skip counting by hundreds. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടെൻസിന്റെ കാര്യം ചെയ്ത പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 100 സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. 100 സ്കിപ്പ് ചെയ്തിട്ട്. ദാറ്റ് മീൻസ് ഒരു നമ്പർ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കണം? പ്ലസ് 100 ആയിരിക്കണം. ലിസൺ ഹിയർ. ഫസ്റ്റ് വൺ 1100. What would be the next number when we skip counting by hundreds? നമ്മൾ 100 സ്കിപ്പ് ചെയ്ത് എഴുതുകയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 1100 plus 100 is equal to 1200. Did you understand? 1200. Then what would be the next number? Plus 100 is equal to 1300. Okay. Then next number 1300 plus 100. Here you can see here skip counting by hundreds. Okay. 1300 plus 100 is equal to 1400. Did you understand? So we learned how to skip counting by tens, how to skip counting by hundreds.
we have lots of exercise in our textbook. You have to do on your notebook. Did you understand? Okay, thank you. Next topic is place value. Place value. What is place value? Place value depends upon the position of the digits in a number. ഒരു നമ്പറിലെ പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ത് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 3? ഇവിടെ നമുക്കറിയാം 342 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതിലെ 3 ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 3യുടെ പ്ലേസ് വാല്യൂ എന്താണ് എന്നറിയോ നിങ്ങൾക്ക്? ഓക്കെ, ലിസൺ ഹിയർ. പ്ലേസ് വാല്യൂ മീൻസ് the value of the digits in that particular place. Do you understand? Okay, here 2 in the place of ones, 4 in the 10, then 300. Okay, then here we can see 2 ones, 4 tens, 300. Clear? So 300, the place value of 3 is 3 into 100 is equal to 300. Clear? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ തന്നിട്ടുള്ള 342ലെ 3യുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 300 ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ 4ന്റെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? അപ്പം പ്ലേസ് വാല്യൂ ഓഫ് 4 ഈസ് 4ന്റെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? അപ്പം 4 ഏത് പ്ലേസിലാണുള്ളത്? ടെൻസിന്റെ പ്ലേസിലല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് 4 into 10. 4 into 10 is equal to 40. ക്ലിയർ? അതായത് ഇവിടെ തന്നിട്ടുള്ള നമ്പറിലെ ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ അതിൽ നമ്മൾ 3യുടെ പ്ലേസ് വാല്യൂ ചെയ്തു. 3 എന്ന് പറയുന്ന 100ന്റെ പ്ലേസിലായതുകൊണ്ട് 3 into 100. ക്ലിയർ? ഇവിടെ 4 ടെൻസിന്റെ പ്ലേസിലായതുകൊണ്ട് 4 into 10 40. The last one, what is the place value of 2 in this number? 2 on the ones place, that means 2 into 1. 2 into 1, 2. Did you understand? Clear? Now we got place value of each digit in a 342. 342 എന്ന നമ്പറിലെ ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇനി പ്ലേസ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ തന്നെ കിട്ടും. മനസ്സിലാവുന്നുണ്ടാ പറയുന്നത്? പ്ലേസ് വാല്യൂ നമ്മൾ കണ്ടെത്തി. ഓക്കെ, 340 പ്ലസ് 2, 342. 342. ക്ലിയർ? ഇതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, another example, 3245. Okay, so we have to find out the place value of each digit in a 3245. First of all, what is the first step? First step, we have to mark places above each digits. ഓരോ ഡിജിറ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? ഈ ഡിജിറ്റുകളുടെ പ്ലേസസ് മാർക്ക് ചെയ്യുക. 5ന്റെ പ്ലേസ് ഏതാണ് ഇവിടെ? യെസ്, ones, 4 tens, 200, 3000. Did you understand? Okay, then how to write place value of each digit? നമുക്ക് എങ്ങനെ എഴുതാം? ഇതിലെ ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ എങ്ങനെ എഴുതാം നോക്കാം. ഓക്കെ, പ്ലേസ് വാല്യൂ of 3. ഈ 3യുടെ പ്ലേസ് വാല്യൂ, ഇതിന്റെ പ്ലേസ് എന്താണ്? 1000 അല്ലേ? സോ പ്ലേസ് വാല്യൂ ഓഫ് 3 ഈസ് 3 into 1000. 3 into 1000 is equal to 3000. So 3യുടെ പ്ലേസ് വാല്യൂ കിട്ടി. എന്താ കിട്ടിയത്? 3000 എന്ന് കിട്ടി. ഓക്കെ, എന്നാൽ ഈ 2ന്റെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? 2 എന്തിന്റെ പ്ലേസിലാണ് ഉള്ളത്? ഏത് പ്ലേസിലാണ് 2 ഉള്ളത്? 100ന്റെ പ്ലേസിലല്ലേ? സോ പ്ലേസ് വാല്യൂ ഓഫ് 2 is equal to 2 into yes, very good, 2 into 100 is equal to 200. Okay,
then place value of this 4. 4 into 4 in which place? Tens. That is 4 into 10 is equal to 4 into 10 athreya 40. Very good. Okay, then last one, place value of 5. 5 ഏത് പ്ലേസിലാണുള്ളത്? വൺസിന്റെ പ്ലേസിലല്ലേ? സോ 5 into 1 is equal to 5. Clear? So if we add these numbers, we will get 3245. We can check. 3000 plus 200, 3200. 3000 plus 200, 3200. Plus 40, 3240. Plus 5, 3245. 3245. Clear? അപ്പോൾ ഇതാണ് ഈ നമ്പറിലെ 3യുടെ പ്ലേസ് വാല്യൂ. This is the place value of 2. Then 40 is the place value of 4. Then 5 is the place value of 5. Did you understand? Okay, clear? Next topic is face value. Face value. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Face value is very simple. Face value is that number itself. We can check one example. 3745. So നമ്മളോട് ചോദിക്കുകയാണ് ഇതിലൊരു ഡിജിറ്റിന്റെ ഫേസ് വാല്യൂ എന്താ? നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? നേരത്തെ നമ്മൾ പഠിച്ചത് പ്ലേസ് വാല്യൂ ആണ്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഫേസ് വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫേസ് വാല്യൂ ഒരു 7 എന്ന് പറയുന്ന ഈ ഡിജിറ്റിന്റെ ഫേസ് വാല്യൂ എന്താണ്? വാട്ട് ഈസ് ദ ഫേസ് വാല്യൂ ഓഫ് 7? വളരെ ഈസിയാണ്, മറക്കരുത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് 7 ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. മനസ്സിലാവണ്ടോ പറയുന്നത്? പക്ഷേ നേരത്തെ പഠിച്ച പ്ലേസ് വാല്യൂ, ദാറ്റ് one depends upon the position of that digit. അല്ലേ? ആ ഡിജിറ്റിന്റെ പൊസിഷനുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ക്ലിയർ? പക്ഷെ ഇവിടെ എന്താണ്? ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിന്റെയും ഫേസ് വാല്യൂ ആ നമ്പർ തന്നെ ആയിരിക്കും. ക്ലിയർ? യു ക്യാൻ ചെക്ക് 4. ഫേസ് വാല്യൂ ഓഫ് 4. 4ന്റെ ഫേസ് വാല്യൂ എന്തായിരിക്കും? 4ന്റെ ഫേസ് വാല്യൂ എന്തായിരിക്കും? 4. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 5ന്റെ ഫേസ് വാല്യൂ എന്തായിരിക്കും? 5ന്റെ ഫേസ് വാല്യൂ 5. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 7 4 5. ദെൻ ഈ 3യുടെ ഫേസ് വാല്യൂ എന്തായിരിക്കും? ഫേസ് വാല്യൂ ഓഫ് 3 ഈസ് 3. അപ്പോൾ പ്ലേസ് വാല്യൂ എന്താണ്, ഫേസ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്സ്പാൻഡഡ് ഫോം. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ വലിച്ചു നീട്ടുന്നതിനാണ് എന്ത് പറയാ? എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് യു ഗെറ്റ് എ നമ്പർ, then how to expand that number? എങ്ങനെയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആ നമ്പറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 4 5 2 3. 4 5 2 3. So we have to make a expanded form. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ ഉണ്ടാക്കണം. എക്സ്പാൻഡഡ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തറിയണം? നമുക്ക് ആദ്യം പ്ലേസ് വാല്യൂ അറിയണം. പ്ലേസ് വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. Okay, did you understand? To form expanded form, first we have to find out the place value of each digit. Did you understand? So place value of first one 4. Okay, 4. Place value. Place value of 4. എന്താണ് പ്ലേസ് വാല്യൂ? പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ ഇത് ഏത് പ്ലേസിലാണോ ഉള്ളത് അതുമായിട്ട് ഇൻറ്റു ചെയ്യുക അല്ലേ? അപ്പൊ ഇത് ഏത് പ്ലേസിലാണ് നോക്കാം. 1s 10s 100 1000. 1s 10s 100 1000. 4 എന്തിന്റെ പ്ലേസിലുള്ള? 1000ന്റെ പ്ലേസിൽ. ദാറ്റ് മീൻസ് 4 into 1000 is equal to 4000. Clear? Next one 500. Place value of 5. Place value of 5. Place value of 5
5 into 100. 5 into 100? Yes, 500. Clear? Then place value of 2. What is the place value of 2? Yes, 2 into 10. 2 into 10, 20. Place value of 2 is equal to 2 into 10 is equal to 20. Is equal to 20. Then what is the place value of 3? 3 into 1s. 3 into 1s is equal to 3. We found here the place values of each digit. Then how to write in expanded form? You just add this place values. നമ്മൾ ഈ കിട്ടി കഴിഞ്ഞ പ്ലേസ് വാല്യൂ ജസ്റ്റ് ആഡ് ചെയ്ത് പ്ലസ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി? ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം 4000. 5ന്റെ പ്ലേസ് വാല്യൂ 500 പ്ലസ് 500 പ്ലസ് 210 means the 210 20 plus place value of 3 clear. ഇതാണ് ഇതിന്റെ expanded form. Did you understand? Expanded form of the 4523 is 4000 plus 500 plus 20 plus 3. Did you understand? That is expanded form. Okay. In our textbook lots of exercises are there. You have to do that. Did you understand? That is expanded form. Clear? So times to wind up the class. Okay, thank you. Have a nice day.